ഹായ്. 2-3 ദിവസമായില്ലേ നമ്മള് വീഡിയോസ് ഇട്ടിട്ടേ. അന്നേരം ഞാൻ വിചാരിക്കുക ഇന്നും കൂടെ വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഇന്നാണെങ്കിൽ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതെ, രാവിലെ വാങ്ങി വെച്ച മീനാണേ. അന്നേരം രാവിലെ വാങ്ങി നന്നാക്കി വെച്ച മീനാണ് കേട്ടോ. ഇത് മതിയും തോന്നുന്നു. മതിയോ തേങ്ങ? മുറിച്ചുണ്ടായത് ചിലപ്പോ തകില്ല. ടീച്ചറേ ജയിച്ചാ മാത്രമേ തരുള്ളൂ. നീ ഇപ്പൊ പരീക്ഷ എഴുതല്ലേ? ഫുള്ള് പരീക്ഷ ചെയ്ത് ഇതെന്താ വെറും വരൊക്കെ വരച്ച് വെച്ചിട്ട് നേരത്തെ പറഞ്ഞു വന്നത് അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചക്കര ഫോൺ വെച്ചിട്ട് പോയിട്ടാ. അതിൽ രാവിലെ മീൻ വാങ്ങിയിട്ട് നന്നാക്കി വെച്ചതാണ് കേട്ടോ. ഉണ്ടോ, രാവിലെ നന്നാക്കി വെച്ചാണ്. രാവിലെ കുറച്ച് ഞങ്ങൾ വറുത്ത് ഉച്ചക്കത്തേക്കുള്ള. രാവിലെ പരിപ്പൊക്കെ കറി വെച്ചോണ്ട് കറിയൊന്നും വെച്ചില്ല കേട്ടോ. രാവിലത്തെ ഇത് പിന്നെ വൈകുന്നേരം വെക്കാൻ വിചാരിച്ചു. വൈകുന്നേരം വെക്കാൻ വെച്ചാൽ അവിടെ ഇരുന്നു. ഇപ്പോഴത്തെ പണിയൊന്നും അങ്ങനെ കറക്റ്റ് സമയത്ത് പണിയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും എടുക്കാത്ത. 2 ദിവസം 3-4 ദിവസമായി പോകുന്നുണ്ട് വീഡിയോസ് എടുത്തിട്ട്. അതെല്ലാവരും ഇനി എന്നെ മറന്നു പോകും ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. ഷോർട്ട് വീഡിയോയും എടുത്തിട്ടില്ല. ഷോർട്ട് വീഡിയോ ഇന്നൊന്നും ഇട്ടിട്ടില്ല. ഇന്നലെ ഇട്ട വീഡിയോസാണ് കേട്ടോ. അന്നേരം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് വീഡിയോസ് ഒന്നും ഇടാത്ത കേട്ടോ. ഒന്നാമത്തെ നമുക്ക് വീഡിയോസ് എടുക്കാനൊരു മൂഡ് വേണം, വീഡിയോസ് എഡിറ്റ് ചെയ്യാനും വേണം, എല്ലാത്തിനും ഒരിത് വേണം. എന്നാലേ നമുക്ക് വീഡിയോസ് എടുക്കാൻ തോന്നത്തുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. വോയിസ് ഓവർ ഇട്ടെടുക്കുകയാണ് കേട്ടോ. ഇനി വോയിസ് ഓവർ ഇടാനൊന്നും വയ്യ, അതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ മുന്നേ ഞാൻ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞായിരുന്നു എനിക്ക് വയ്യ, കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിപ്പോഴും നമ്മൾ ശരിയായ രീതിയിൽ റെഡിയായി വന്നിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാത്തത്. അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട്. അന്നേരം വീഡിയോസ് എടുക്കാനും എൻ്റെ പണികളൊന്നും ആ കറക്റ്റ് സമയങ്ങളിൽ നടക്കണില്ല. അതാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. എന്നും എല്ലാ ദിവസവും നടക്കും പോലെ പണികളും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ആ സമയത്ത് നടക്കുന്നില്ല. അന്നേരം എന്ത് ചെയ്യും, നമുക്ക് വീഡിയോസ് ആദ്യത്തെ പോലെ കറക്റ്റായിട്ട് എടുക്കാനും പറ്റത്തില്ല. അതാണ് കേട്ടോ വീഡിയോസ് മെയിനായിട്ട് ഇടാത്തതിൻ്റെ കാരണം. അന്നേരം മീൻകറി വെക്കണം, ചോറ് വെക്കണം. രാവിലെ വെച്ച ചോറൊക്കെ കഴിഞ്ഞു കേട്ടോ. അന്നേരം മീൻ നമ്മളെ മാങ്ങ ഇട്ടിട്ട് കറി വെക്കാൻ വിചാരിച്ചു. മാങ്ങ പുളി ഉണ്ടോടി? മധുരമുണ്ട്. മധുരോ? പുളിയില്ലേ? ചെറിയത്. അത് തോല് ചെത്തുന്നില്ല. ഉള്ള മാങ്ങ ഇവരെന്ത് ചെയ്ത് ഒരു 2 മാങ്ങ കൊണ്ടുവന്നിട്ട് ഒരെണ്ണതാ ഇവര് തിന്നിട്ടതാ ഇങ്ങനെ വെച്ചിന്. ഇതിപ്പോ മധുരമല്ല, മധുരമാണെങ്കിൽ ഇപ്പൊ എന്താക്കും, പുളിക്ക്. ഇവരെ കാര്യം ഇങ്ങനെ തന്നെ. കഷ്ണം തിന്നോക്കട്ടോ. നല്ല പുളിയുണ്ട്, നല്ല പുളിയുണ്ട്. ഞമ്മക്ക് പുളിയില്ല. ഞങ്ങൾക്ക് പുളിയില്ല. ഇത് പുളിയുണ്ടട്ടാ. എന്തായാലും ഞാൻ തോലൊന്നും ചെത്തുന്നില്ല, അങ്ങനെ തന്നെ ഇടാം. അങ്ങനെ തോല് കറിയിൽ തിന്നാൻ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. ഇങ്ങനെ തന്നെ ഇടാം. ഇന്ന് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, ലൈവ് ഇടുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. ലൈവ് ഇടുന്നില്ല വെച്ച് നോക്കുമ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല, ലൈവ് ഇട്ടിട്ടില്ല വെച്ചാൽ എൻ്റെ വ്യൂ ഒക്കെ താന്നു പോകും. വീഡിയോസ് കാണാത്തവർ, പഴയ വീഡിയോസൊക്കെ കാണാത്തവർ ഒന്ന് കയറി കാണണം കേട്ടോ. പിന്നെ ഇന്ന് ലൈവ് ഇട്ടപ്പം ഒരു കൂട്ടർ പറഞ്ഞായിരുന്നു, നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് 30 മിനിറ്റിനുള്ളിൽ നമ്മളെ വീഡിയോസ് കാണുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂട്യൂബ് റെക്കമെൻഡേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. വീഡിയോസ് കാണുന്നവരെല്ലാവരും ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുള്ള ഓൾ ഓപ്ഷനും കൂടെ കൊടുക്കുക. അന്നേരം വീഡിയോസ് പെട്ടെന്ന് എത്തും കേട്ടോ. വീഡിയോസ് പെട്ടെന്ന് എത്തുമ്പോൾ നമ്മളെ വീഡിയോസ് കഴിവതും വരുന്നപാടെ ഒന്ന് കാണാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ഇരുന്ന് ക്ഷമിച്ച് കാണാൻ പറ്റിയില്ലെങ്കിലും പണിയെടുക്കണേൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഓണാക്കി വെക്കുക കേട്ടോ. ഞാൻ അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം. ഒന്ന് ഓണാക്കി വെക്കുക. അവിടെ കുഞ്ഞാപ്പുക്കുട്ടിയും ചക്കരയും ഭയങ്കര കളിയാണ് കേട്ടോ. എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അവിടെ. എന്തൊക്കെയോ കലാപരിപാടി ചെയ്യുന്നു രണ്ടാളും കൂടെ. കുഞ്ഞാപ്പുക്കുട്ടി എന്താ കാണിക്കണേ? എന്താ കാണിക്കുന്നേ? പറഞ്ഞോട്ടെ, ഹായ് പറയേ, ഒരു ഹായ് പറയേ. കുഞ്ഞാപ്പു ജയിച്ചുണ്ടോ? കുഞ്ഞാപ്പൂന് ഇഷ്ടമുള്ള കുറെ വാവകളുണ്ട്. ഒരു ഹായ് പറയ്.
കൊറേ ആന്റിമാരുണ്ടേ, ഒന്ന് ഹായ് പറയേ. ആ കുഞ്ഞാപ്പൂന്റെ ഹായ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കുഞ്ഞാപ്പൂന്റെ ഹായ്. ഹായ് ആന്റി. അവളെ വീഡിയോസ് എടുക്കുമ്പോൾ ഒക്കെ പറയണ്ട. മാങ്ങ ഇതാ ഞാനിങ്ങനെ നീളത്തിലാട്ടോ മുറിച്ചിട്ടേക്കണേ. മറ്റേ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. കൊതുകടി. തേങ്ങ അരച്ചിട്ടാണ് ഇന്ന് മീൻകറി വെക്കണത്. അന്നേരം പുളിമുളക് കുട്ടി ഈ കുട്ടികൾ രണ്ടാളും കൂട്ടൂല. ഞാൻ ഷമാട്ടിന് മാത്രമേ കൂട്ടുള്ളൂ. പച്ചമുളക് 3 പച്ചമുളക് ഇതിനകത്തേക്ക് ഇടുന്നത്. തേങ്ങ അരക്കാണ് കേട്ടോ. തേങ്ങ അരക്കാൻ ഞാൻ രാവിലെ ചമ്മന്തി അരച്ച അതേ ജാറിലേക്ക് ഇട്ട് അരക്കുകയാണ്. രാവിലെ അരച്ച ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ. നമ്മളെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീഡിയോസ് എടുക്കാത്തതിന്റെ കാരണം ആദ്യത്തെ പോലെ ഓടിച്ചാടി നടന്നിട്ട് ഇപ്പോൾ വീഡിയോസ് ഇല്ല. ഇപ്പോൾ ഒരു പണിയെടുത്താൽ അടുത്ത പണിയെടുക്കണ കുറേ സമയം കിട്ടും. ഒരു പണിയെടുത്ത് കുറേ നേരം അവിടെ കുത്തിയിരുന്ന് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് അടുത്ത പണിയെടുക്കണം. അന്നേരം പണിയെടുക്കുന്നതിന് ഒരു കൃത്യനിഷ്ഠ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് വീഡിയോ ഇടാത്തത്. കാരണം നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ രാവിലത്തെ ജോലികളൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വീഡിയോസ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ വെച്ചിട്ട് അങ്ങനെ പോകുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് വരാത്തത് കറക്റ്റായിട്ട്. നേരെ എന്നോട് 1-2 രാവിലത്തെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് തന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചി മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേ, ഏതാ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൾക്കാരെല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. നമുക്ക് എല്ലാം ഒന്നും ഇങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളതിൽ അങ്ങനെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ. അന്നേരം ഇനി കാര്യങ്ങൾ സോൾവ് ആയിട്ടില്ല. അന്നേരം കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും 3 ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും റെഡി ആകും എന്ന് വിചാരിക്കുന്നു. അന്നേരം വീഡിയോസ് ഇനിയെങ്കിലും ഞാൻ വയ്യെങ്കിലും കറക്റ്റായിട്ട് വീഡിയോസ് എങ്ങനെയെങ്കിലും എടുത്ത് ഒപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം വീഡിയോസ് ഇട്ടിട്ടില്ല എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വിചാരിച്ചിട്ട് നിൽക്കത്തില്ല. എല്ലാം ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആയി പോകും വീഡിയോസ് എടുത്തില്ലെങ്കിൽ. കുറച്ച് വെള്ളം എടുത്തിട്ട് കുടിക്കാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് തിളച്ച് വന്നിട്ടുണ്ട്. അന്നേരം നമ്മളെ മീൻകറി ഒന്നും ഇവിടെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ. അരപ്പൊന്ന് തിളച്ചിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് മീൻ ഇടാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കിളിമീനല്ലേ, അത് വേഗം ഉടഞ്ഞു പോകും. അന്നേരം അരപ്പൊന്ന് വെന്തിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അന്നേരം ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. തീ കത്തിച്ച് വെച്ചിട്ട് തീ കത്തട്ടെ. ബാ കുഞ്ഞാവ കൊഞ്ചുന്നുണ്ട്, എല്ലാവരും കണ്ടട്ടാ. കുഞ്ഞാവക്ക് ഫോണ് വേണോ പറഞ്ഞിട്ട് കുഞ്ഞാവക്ക് ഫോണ് വേണം പോലും കാണാൻ. ഫോണ് തരാൻ പറ്റൂല. ഫോണ് തരൂല. ഫോണ് തരാൻ പറ്റൂല. നീ ചവിട്ട് വെച്ചാൽ ഒരു കാര്യമില്ല. ഫോണ് തരാന് പറ്റൂല. ചക്കോടെ എന്തോ കാട്ടുണ്ട്. പോയൊക്കെ ചക്കു കുട്ടീനെ കൂട്ട് കളിക്കാന്. ഇവിടെ രാവിലത്തെ മിന്നലത്തി ഒക്കെ ആയിട്ട് തുണികൾ കുറെ ഉണ്ട് കേട്ടോ മറക്കാന്. ഇന്നിപ്പോ നാളെയും ക്ലാസ് ഇല്ല. അതുകൊണ്ട് 2 ദിവസം ഒരു സമാധാനം ഉണ്ട്. പരീക്ഷയാണ് പൊന്നൂസിന് കേട്ടാ. പൊന്നൂസിന് പരീക്ഷ. ചക്കരക്ക് അതിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടാ. കോഴിക്ക് മാർച്ചിലേക്കും. നമുക്ക് മാർച്ച് ഇതിപ്പോ മാർച്ചായില്ലേ, ഇന്ന് 1-ാം തീയതി ആയില്ലേ. 20 എത്രയിനെങ്കിലും നമ്മളെ ശ്യാമാട്ടം വന്നിട്ടില്ല. ഇപ്പൊ വരും. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാ തോന്നുന്നു നേരം വരുന്ന കേട്ടാ. അല്ലെങ്കിൽ ഈ നേരം ആകുമ്പോഴത്തേക്ക് വരുന്ന 6 മണി ആകുമ്പോഴത്തേക്ക് വരും. ശനിയാഴ്ച ആയതുകൊണ്ട് നേരം വരുന്നു തോന്നുന്നു. നമ്മളെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്, ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടാ. ഇനി പരമാവധി ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കും. എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ വീഡിയോ എങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. നേരെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പം വീഡിയോ കുറച്ച് സ്ലോ മോഷൻ വീഡിയോ ഒക്കെ ആവും. വീഡിയോസ് ചിലപ്പോൾ മാറ്റങ്ങൾ വരും. എന്തൊക്കെയാണ് യൂണിഫോമിൻ്റെ മുകളിൽ. അന്നേരം എല്ലാവരും കുറച്ച് ദിവസത്തേക്കൊക്കെ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് ആദ്യത്തെ പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാം. പക്ഷെ കുറച്ചൊന്ന് അങ്ങനെ ഉഷാറായിട്ട് നമുക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാം കേട്ടോ. അതുവരെ ഇങ്ങനെ ഉന്തിയും തള്ളിയൊക്കെ അങ്ങോട്ട് പോകാം. അതേ നടക്കുള്ളൂ. ഇതാണ് എൻ്റെ അത് ചക്കുഞ്ഞ്.
ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കറിയിൽ മീനൊക്കെ ഇട്ടു കേട്ടോ. അതാ കറിയൊക്കെ ആയിതാ, മീനൊക്കെ ഇട്ടു, കറിയൊക്കെ തിളച്ചു ഏകദേശം. ഇതാ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ കുഞ്ഞാപ്പക്കുട്ടി എനിക്ക് ഫോണ് തോന്ന് പറഞ്ഞിട്ട് അവിടെ പാട്ട് കച്ചേരി നടത്തുന്നുണ്ട്. എനിക്ക് ഫോൺ വേണം, എനിക്ക് ഫോണില്ലാത്ത പരിപാടി ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് അവിടെ കരച്ചൽ. നേരെ കറി ഒന്ന് വറുത്തും കൂടെ ഇടും. അപ്പൊ വെളുത്തുള്ളി എന്തിനാ? വെളുത്തുള്ളി വറുത്തിടണം, നമ്മൾ ചൂടാട്ടെ. അവിടെ ഒരാളൊന്നും ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല, അതാണ് മെയിനായിട്ടുള്ള ഈ വാശി പിടുത്തത്തിന്റെ കാരണം. ഇപ്പൊ ഉറക്കം വരൂ. കരിവേപ്പിലില്ല, അതുകൊണ്ട് ഉലുവയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിൽ പൊളിക്കാട്ടോ. അന്നേരം ഇപ്പം ലേശം ചോറ് വെക്കണം. ചോറ് ലേശേ ഉള്ളൂ, അന്നേരം കറി ആയിട്ട് വേണം ചോറിന് വെള്ളം അവിടെ അടുപ്പത്ത് വെക്കാൻ. കുറച്ച് ചോറ് ഇരിപ്പുണ്ട് കേട്ടോ, കുറച്ച് ചോറും കൂടി വെക്കണം. ഇതൊന്നും ഇങ്ങനെ രാത്രിയിൽ ഞാൻ പണിയെടുക്കുന്നേ അല്ല കേട്ടോ, നേരത്തെ എൻ്റെ പണികളൊക്കെ തീരുന്നതാണ്. പറഞ്ഞില്ലേ എന്നൊക്കിപ്പോൾ ഒന്നിനും വയ്യായികയാണ് ഇപ്പം എന്നെ ഇവിടം വരെ ഇങ്ങനെ കാക്കുന്നു. ഒരു കറി ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് എന്താ നമ്മളെ കൈപ്പത്തിയും കൂടെ ഇടണം, വറുത്തെടുക്കാം. എന്താണ് വെറുതെ ഇങ്ങനെ കിളി 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 പറയുന്നത്? ഇതെന്തെന്നാ കാച്ചിയോ? ആര് തന്നെ കുട്ടിക്ക്? ഇതാര് തന്നെ? കാണിച്ചില്ലേ? ഇതാര് തന്നെ? ഞാൻ പറയില്ലേ? അതെന്താ പറയാ? അമ്മക്കൊരു കഷ്ണം കൊണ്ടോ? നമുക്കൊരു കഷ്ണം കൊണ്ടടി. ഫോണൊക്കെ തരുമോ? നമുക്കൊരു കഷ്ണം ഉണ്ടോ? ഞാൻ മറ്റേ നിങ്ങളുടെ ഉള്ളി കടയാണ്, ഉള്ളി കടയല്ലേ? അതെ, നമ്മളെ കൈപ്പക്കയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടാ. ഇത് ഇവിടെ കൈപ്പൊക്കെ ഇപ്പൊ വറുത്ത് ഞങ്ങക്ക് ചോറിന്റെ കൂടെ കൈപ്പൊക്കെ നമുക്ക് ഒന്നിനും പറ്റുന്നില്ല. ഇപ്പൊ ചോറിന്റെ കൂടെ കൈപ്പൊക്കെ കൂട്ടി ചോറ് ഞമ്മ കൈപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു സുഖ ചോറ്. ഞാൻ ഒരു മീൻ പൊരിച്ചതോ ഉണക്കമീൻ പൊരിച്ചതോ പപ്പടോ ഒന്നുമില്ല, ഇത് മാത്രം മതി. നമുക്കിതിപ്പോ ഒരു ശീലായി. ഇപ്പൊ ഇത് തീർന്ന കഴിയുമ്പോ എന്തോ പോലെയാവും. ചക്കു പറഞ്ഞ ചോറിന്റെ ചെമ്പും എടുക്കോ ചെറുത്. ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ചോറ് വേവിട്ടാ, റേഷൻ അരിയല്ലേ, 2 തലക്ക് ചോറാവും. നേരെ ചോറും കൂടി വെക്കണം. ആറ് കുഞ്ഞും അങ്ങോട്ട് നിക്കാം, അങ്ങോട്ട് കയറട്ടെ. എന്താ വേണ്ടേ? നേരത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എടുക്കാൻ വേറെ വിശേഷങ്ങളൊന്നുമില്ല. നേരം തൊട്ട് നാളെ തൊട്ട് നല്ല വീഡിയോസൊക്കെ എടുത്ത് ഇടാട്ടോ. അതിന് ഇത്രയും വീഡിയോസ് കൊണ്ട് നിർത്തുവാണേ. നേരം നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോൾ കുട്ടി കരിയാൻ പാടില്ലേ, നല്ല കുട്ടിയാണ്. ശരി, ഓക്കെ, ബൈ.